ഹായ് 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 ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? പറയൂ. കുറച്ച് ദിവസമായി തിരക്കിലായിരുന്നു, അത് കാരണം ഇന്നലെ ലൈവ് ഇട്ടില്ല. ഇന്നെന്തായാലും ലൈവ് ഇടണം. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ പിന്നെ 2 ദിവസമായിട്ട് ഒരു ന്യൂസ് അറിഞ്ഞു, അതൊന്ന് നിങ്ങളോടൊന്ന് അറിയിക്കാൻ വന്നതാണ്. എല്ലാവരും അറിഞ്ഞോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാലും ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. കാരണം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണല്ലോ മുരിങ്ങയില, മുരിങ്ങയ്ക്ക. ഇതൊക്കെ നമുക്ക് വളരെ ഇഷ്ടമാണല്ലേ. മുരിങ്ങയ്ക്കയൊക്കെ നമ്മൾ അവിയൽ സാമ്പാറിലൊക്കെ നമ്മൾ മുരിങ്ങയ്ക്ക ഇല്ലെങ്കിൽ പിന്നെ അതൊട്ട് ചിന്തിക്കാൻ കൂടി പറ്റില്ല അല്ലേ. സാമ്പാറിൽ മുരിങ്ങയ്ക്ക ഇല്ലാത്ത എന്ത് സാമ്പാറാണ്. പണ്ടൊക്കെ മുന്നേയൊക്കെ നമ്മൾ ഓട്ടോഗ്രാഫ് എഴുതുമായിരുന്നു. നമ്മളൊക്കെ 10ാം ക്ലാസ്സിലൊക്കെ ആയിരുന്ന സമയത്ത് ഓട്ടോഗ്രാഫ് എഴുതും. അപ്പോൾ എഴുതുന്നതാണ് കേട്ടോ. സാമ്പാറിൽ വെണ്ടയ്ക്കയില്ല, സാമ്പാറിൽ മുരിങ്ങയ്ക്കയില്ല, അതുപോലെയാണ് നിൻ്റെ സൗഹൃദം എന്നൊക്കെ. അതൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് ഇപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഓസ്ട്രേലിയയിൽ മുരിങ്ങയ്ക്ക നിരോധിച്ചു. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരത്തെയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമായിരുന്നു. ഓസ്ട്രേലിയയിൽ മുരിങ്ങയ്ക്ക നിരോധിച്ചു. അതിൻ്റെ കാരണം അവർ പറയുന്നത്, അവിടെ കൃഷിയിടങ്ങളിലൊക്കെ കൃഷി ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ രാജ്യത്തു നിന്നും, പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തു നിന്നൊക്കെ കയറ്റി ഇറക്കുമായിരുന്നു. അവിടെ എപ്പോഴും മുരിങ്ങയ്ക്ക നല്ലതായിട്ട് കിട്ടും, ഫ്രോസണായിട്ട് കിട്ടും, അല്ലാണ്ട് മുരിങ്ങയില ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ അവിടെ ഒരുപാട് ഈ മുരിങ്ങയില എല്ലാവരും ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തു ചെയ്തു, അവിടെ ഒരുപാട് കൃഷിയിടങ്ങളുണ്ടായി. അവർക്ക് എത്രയോ കണക്കിന് $1 മില്യൺ കണക്കിന് അവർക്കത് വിൽക്കാൻ സാധിച്ചു. അത് കാരണം അവരത് അപ്പീലില്ലാതെയാണ്, അവരതിന് അനുമതിയില്ല, അപ്പീലിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് അപ്പീലിന് വേണ്ടിയിട്ട് 2024 അവർ ട്രൈ ചെയ്തു. അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ ഇത് വരുന്നത്, മുരിങ്ങയില കൊണ്ട് ദോഷമാണുള്ളതെന്ന്. അവരത് പരീക്ഷിച്ചത് എലികളിലാണെന്ന് പറയുന്നു. എലികളിൽ പരീക്ഷിച്ച് നോക്കിയപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള എലികളുടെ ഭ്രൂണം വരെ നശിച്ചു പോയി എന്നാണ് പറയുന്നത്. അതുകൂടാതെ എലികളിൽ കിഡ്നി രോഗം, കരൾ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ മുരിങ്ങയ്ക്ക നിരോധിച്ചിരിക്കുകയാണ്. മുരിങ്ങയ്ക്ക, മുരിങ്ങയില, മുരിങ്ങയിലുള്ള എല്ലാ രീതിയിലുള്ള എല്ലാ ഫ്രോസൺ ആയാലും എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. പിന്നെ അവിടെ കൃഷിയിടങ്ങൾ അവിടെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ നമുക്ക് അവിടെ താമസിക്കുന്നവർക്ക്, ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് വീട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഓസ്ട്രേലിയ രാജ്യം അത് നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ഒരു പഠനത്തിലൂടെ അവരത് കണ്ടെത്തി എന്ന് പറയുന്നു. പക്ഷേ അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്കത്, നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് അത് ഇതുവരെ കണ്ടെത്താൻ പറ്റാത്തത്? അപ്പോൾ അതിൽ നിങ്ങൾ ആരെങ്കിലും മുരിങ്ങയ്ക്ക കഴിക്കുന്നവർ, നമ്മളൊക്കെ പണ്ട് ചെറുപ്പത്തിൽ നമുക്കിപ്പോൾ കാലിൽ നീര് വരികയോ, അമ്മയൊക്കെ കണ്ടിട്ടുണ്ട്, അമ്മമ്മയായാലും കാലിലൊക്കെ നീര് വരുമ്പോഴത്തേക്കും മുരിങ്ങയില അരച്ചിടുക, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ എന്നത് കേട്ടപ്പോഴത്തേക്ക് അത് നമ്മുടെ രാജ്യത്തിലും അപ്പോൾ അത് പഠിക്കാനുള്ളതല്ലേ. മുരിങ്ങയ്ക്ക എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഓണത്തിനൊക്കെ സാമ്പാറിൽ, അവിയലിനൊക്കെ നമുക്ക് മുരിങ്ങയ്ക്ക വേണം. മുരിങ്ങയ്ക്ക കൊണ്ട് പ്രത്യേകം നമ്മൾ ഈ മുട്ട അവിയലുണ്ടാക്കും. മുട്ട അവിച്ചിട്ട് ഒരു അവിയലുണ്ടാക്കും. അതിലൊക്കെ മുരിങ്ങയ്ക്ക ഇട്ട് തേങ്ങയൊക്കെ അരച്ച് വയ്ക്കണം. എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ. മുരിങ്ങയ്ക്ക നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവോ? അപ്പോൾ ഈ മുരിങ്ങയ്ക്ക കഴിക്കുന്നത് ദോഷമാണോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ വേറൊരു കണ്ടുപിടുത്തം, പ്രത്യേകിച്ച് ഓസ്ട്രേലിയക്കാർ പറയുന്നത്, ഈ മുരിങ്ങയ്ക്ക ഗർഭചിത്രത്തിന്, ഗർഭം അലസിപ്പിക്കൽ, ഇതിനൊക്കെ മുരിങ്ങയ്ക്ക പറ്റും എന്നാണ് പറയുന്നത്. അത്രത്തോളം. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ, നമ്മുടെ പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലാവരും മുരിങ്ങയ്ക്ക എപ്പോഴും കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മൾക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവില്ല. എന്തായാലും നിങ്ങൾക്ക് മുരിങ്ങയ്ക്കയെക്കുറിച്ചൊക്കെ അറിവുള്ളവർ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്യുക കേട്ടോ. വെറുതെ അറിയാനുള്ളൊരു കൗതുകം കൊണ്ടാണ്. കാരണം നമ്മൾ കേരളത്തിലുള്ളവർ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് മുരിങ്ങയ്ക്ക, മുരിങ്ങയില തോരൻ, ഇതൊക്കെ എന്ത് ടേസ്റ്റാണല്ലേ. അപ്പോൾ അറിയാവുന്നവർ, ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ, പിന്നെ നമ്മളിൽ ആർക്കെങ്കിലും അറിയാമോ ഇതിനെന്തെങ്കിലും ദോഷമുണ്ടോ, മുരിങ്ങയിലയ്ക്കൊക്കെ ദോഷങ്ങളുണ്ടോ, അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ, എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ചാനലിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാത്തവരുണ്ട്, ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഓക്കെ, ബൈ ബൈ.